ഇക്ക എന്താടി തിങ്കളാഴ്ച കുഞ്ഞാട്ടിക്ക് സ്കൂൾ തുറക്കും. നമുക്കൊന്നും മേടിച്ചിട്ടില്ലല്ലോ. വലിയ സാധനങ്ങൾ ഇന്നത്തും കൂടി ഉള്ളുക്ക. നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലടി. 2 ആഴ്ചയിലെ പണിക്ക് പോയിട്ട്. മഴ കാരണം പണിയില്ല. കടം മേടിക്കാന്ന് വെച്ചാൽ ആരിൻ്റെ അടുത്ത് വാങ്ങാനാണ്? ആരെ തരിക? അവര് ചിന്തിക്കില്ലേ ഇവൻ എവിടെന്നാ ഈ പണിയില്ലാണ്ടിരിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാന്ന്? നീ ഒരു കാര്യം ചെയ്യോ, ആ ഫോണൊന്ന് എടുത്തു തരുമോ? ഇതൊക്കെ എന്തൊക്കെ പൈസ കഴിഞ്ഞേക്കണു ഫോണത്തെ. എന്റെ ഫോണിൽ പൈസ ഉണ്ടായി തരട്ടെ. എന്നാ നീ നിന്റെ ഫോണൊന്ന് എടുത്ത. ഇതാണ്ട് വെച്ചോന്നാ. ഇതൊക്കെ അതിനെ വിളിച്ചോദിക്കും. ആശാനെ, പണി എന്തെങ്കിലും ഉണ്ടോ ആശാനെ? തിങ്കളാഴ്ച കുട്ടീൻ്റെ സ്കൂളും തുറക്കാനേ. പൈസ ആണെങ്കിൽ 10 പൈസ കയ്യിലില്ല, ആകെ കുടുങ്ങിയിരിക്കാനേ. പണി എന്തെങ്കിലും ഉണ്ടാവോ? മഴ കാരണം പണിയൊന്നും നടക്കുന്നില്ല. ആണോ? പിന്നെ കല്ലും കിട്ടാനില്ല. എന്താ ചെയ്യാ? ഇനിയിപ്പോ ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാട്ടോ. ആ ശരി ആശാനെ. എന്താ പറഞ്ഞിക്ക? പണിയൊന്നും നടക്കുന്നില്ലടി. ആകെ മഴയിട്ട് പണിയൊക്കെ നിർത്തി വെച്ചിരിക്കാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കൊന്നും പിടിയിട്ടില്ല. വിഷമിക്കുന്നൊക്കെ പഠിച്ച എന്തെങ്കിലും വഴി നമുക്ക് കാണിച്ചു തരാതിരിക്കില്ല. എന്ത് വഴി? പഠിച്ചവനക്കൊന്നും നമ്മളിപ്പോ വേണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിട്ട് പരീക്ഷിക്കോ? അങ്ങനെ പറയല്ലൊക്കെ. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴും പഠിച്ചതിനെ കുറ്റം പറയാൻ പാടില്ല. എന്തെങ്കിലും അല്ലേ, എന്നും പ്രതിസന്ധി അല്ലേ, പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കുക? ജീവിതത്തിൽ പഠിച്ച സന്തോഷം മാത്രം തരണമെന്നില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ സങ്കടം മാത്രമല്ലേ ഉള്ളൂ. എന്ത് സന്തോഷം തന്നിരിക്കും? എന്നും ഈ കഷ്ടപ്പാടന്നെ. എന്നാ എന്നൊക്കെ ഒരു മോചനം കിട്ടുക? ഇടയ്ക്ക് പുള്ളി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിക്കും. അതിലൊന്നും നമ്മൾ തളരരുത്. എന്നും ഈ പരീക്ഷണം തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ പോണ വഴിയിൽ കുന്നും കുണ്ടും എല്ലാം കാണില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും. താഴ്ചയിൽ എന്തായാലും ഒരു ഉയർച്ച ഉണ്ടാവും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഒരിക്കലും മനസ്സ് പതറരുത്. നിങ്ങൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങൾ തളരരുത്. നിങ്ങൾ തളർന്നാൽ പിന്നെ അവർക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. നിങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. നിങ്ങൾ വിഷമിക്കണ്ട. ഞാനിപ്പോ വരാട്ടോ. ഇതാ, ഇതുകൊണ്ട് പണയം വെക്കും. പണയം വെച്ച് നമ്മുടെ ഇപ്പത്തുള്ള ആവശ്യത്തിനൊക്കെ ആവുമല്ലോ. പിന്നെ മഴ പോയ പണി തുടങ്ങുമല്ലോ. അപ്പൊ നമുക്ക് തിരിച്ചെടുക്കാം. കുഞ്ഞാറ്റിന്റെ കമ്മൽ അത് വേണ്ടേ? നമുക്ക് ആകെ തന്നെ ഉള്ളൂ. വേണം. സ്കൂളിൽ പോകുമ്പോ എന്തിനു കമ്മല്? അതും അല്ല, ഇത് കളഞ്ഞിട്ട് വന്ന അതുമായി. ഇതാണെങ്കിൽ അവിടെ ഒരുപാട് സേഫായി ഇരിക്കുമല്ലോ. നമ്മുടെ ഇപ്പത്തെ പ്രശ്നം എന്തേലും. നിന്നെപ്പോലെ നീ മാത്രമായിട്ട് കാണും. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും വരുമ്പോൾ താങ്ങായി കൂടുന്നൊക്കെ ഒരുപാട് പേരിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെപ്പോലെ ഒരാൾ മതി. എന്തായാലും ഞാൻ പോരാട്ടാ. ജീവിതം അങ്ങനെയാണ്. പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യേണ്ടതായി വരും. അവിടെയൊന്നും നമ്മൾ തളരരുത്. എല്ലാ ജീവിത സാഹചര്യവും നമുക്ക് ഓരോ പാഠങ്ങളാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നത്. എന്നാൽ ഇത് ജീവിതത്തെ കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കുന്നു. ജീവിത പ്രശ്നങ്ങൾ തീർന്നാലും ലഹരി ഉപേക്ഷിക്കാൻ പറ്റാതെ വരുന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. പല കുടുംബങ്ങളും ഇതുമൂലം നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. എൻ്റെ നാട്ടിൽ നിന്നും ലഹരിയെ ഞാൻ പൂർണ്ണമായും ഇല്ലാതാക്കും. നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു മദ്യത്തിനും മയക്കുമരുന്നിന് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരെ കൊണ്ട് സാധിക്കും. കുടുംബമാണ് വലുത്. കുടുംബത്തെ ചേർത്തു പിടിക്കുക. കുടുംബം ഒരു ലഹരിയാക്കുക.